മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ വെല്ലുവിളിച്ച് പശ്ചിമബംഗാളിൽ അധികാരം പിടിക്കാനുള്ള ലക്ഷ്യത്തോടെ ഭാരതീയ ജനതാ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 294 അംഗങ്ങളുള്ള നിയമസഭയിലെ 144 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി. ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പ്രധാന മുഖങ്ങളായ സുവേന്ദു അധികാരിയും ദിലീപ് ഘോഷും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായ ദിലീപ് ഘോഷ് താൻ മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന ഖരാഗ്പൂർ സദർ മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണയും മത്സരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി സിറ്റിംഗ് സീറ്റായ നന്ദിഗ്രാമിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്നതിന് പുറമെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഭവാനിപൂർ മണ്ഡലത്തിലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ കൂടുതൽ ആവേശകരമാക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ നടന്ന കനത്ത പോരാട്ടത്തിൽ ഏകദേശം 1956 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുവേന്ദു അധികാരി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയത്. ആ പരാജയത്തെ തുടർന്ന് മമതാ ബാനർജി നിയമസഭയിൽ പ്രവേശിക്കാൻ ഭവാനിപൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. ആ സമയം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജിവെച്ച് മമതയ്ക്ക് വഴിയൊരുക്കിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം 58,835 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തോടെ മമത വിജയിച്ച് വീണ്ടും നിയമസഭയിൽ പ്രവേശിച്ചിരുന്നു. ഇത്തവണ ഭവാനിപൂരിൽ മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും തമ്മിൽ നേരിട്ട് പോരാട്ടം നടക്കാനുള്ള സാധ്യത ഉയർന്നതിനാൽ ആ മണ്ഡലം സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ട കേന്ദ്രമായി മാറുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ബി.ജെ.പിയുടെ ആദ്യ പട്ടികയിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള 7 സിറ്റിംഗ് ലോക്സഭാ അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ജഗന്നത്ത് സർക്കാർ, നിസിത് പ്രമാണിക് തുടങ്ങിയ എംപിമാരാണ് നിയമസഭാ മത്സരത്തിനിറങ്ങുന്ന പ്രമുഖർ. കൂടാതെ ബി.ജെ.പി. വനിതാ നേതാവ് അഗ്നിമിത്ര പോൾ, മുൻ രാജ്യസഭാംഗവും രാഷ്ട്രീയ നിരീക്ഷകനുമായ സ്വപൻ ദാസ് ഗുപ്ത എന്നിവരും മത്സരരംഗത്ത് സജീവമാണ്. സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് അധികാരം പിടിക്കാനുള്ള ലക്ഷ്യത്തോടെ ബി.ജെ.പി. ശക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മണ്ഡലങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ സമവാക്യങ്ങൾ കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. 294 സീറ്റുകളുള്ള പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇക്കുറി 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഏപ്രിൽ 23-ന് 152 മണ്ഡലങ്ങളിലും ഏപ്രിൽ 29-ന് ശേഷിക്കുന്ന 142 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 38% വോട്ട് നേടിയ ബി.ജെ.പിക്ക് 65 എം.എൽ.എമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതേസമയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ നിന്ന് 12 എംപിമാരെ ജയിപ്പിച്ച് പാർട്ടി ശക്തി നിലനിർത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അധികാരം പിടിക്കാനുള്ള പ്രതീക്ഷയോടെയാണ് ബി.ജെ.പി. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.